ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു. പക്ഷെ ആളുകളൊക്കെ പറയുന്നത് ഒരുപക്ഷെ പ്രായമായതിന്റെ പ്രശ്നമായിരിക്കും ജി സുധാകരൻ MLA എന്നതാണ്. എത്ര പ്രായമായാലും എന്തൊക്കെ തന്നെ പ്രായമായാലും ഈ മനുഷ്യത്വം എന്ന് പറയുന്നൊരു പരിപാടിയില്ലേ, അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നശിച്ചു പോകുമോ അല്ലേ? അതാണ് അത്ഭുതം തോന്നിപ്പോകുന്നത്. ഒരു വീഡിയോ കാണുക കേട്ടോ, മാതൃഭൂമിയുടെയാണ്. കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്, സ്നേഹത്തിന്റെ മണമുള്ള പൊതിച്ചോറ്. 2017 ജനുവരി 1 തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പൊതിച്ചോറിന് തുടക്കം കുറിച്ചത്. 2025 8 വർഷം ഒരു ദിവസം പോലും നിന്നിട്ടില്ല, അല്ലെങ്കിൽ നിർത്തിയിട്ടില്ല എന്നതാണ് സത്യം. 300 പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ പദ്ധതി, ആ ചെറിയ പദ്ധതി ഇന്ന് കേരളത്തിന് മുഴുവൻ അഭിമാനമാണ്. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന ഒരു സംഘടനയുടെ വാക്കാണ് പൊതിച്ചോറ്. സുഹൃത്തുക്കളെ, മാതൃഭൂമിയുടെ ന്യൂസാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ തള്ളിക്കളയാം. മാതൃഭൂമി ഇങ്ങനെയൊക്കെ പറയൂ അല്ലേ എന്നൊക്കെ വെച്ച് നമുക്ക് തള്ളിക്കളയാം. ഇന്നാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നമ്മുടെ MLA ഈ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും നിർത്തണം, ഒറ്റ എണ്ണത്തിനും ഈ ഒരു ഹോസ്പിറ്റൽ പരിസരത്തേക്ക് ഇങ്ങോട്ട് കടത്തിവിടരുത്, ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്ന് ചോദിക്കാൻ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും അതിന് ഉത്തരം പറയേണ്ടത് നമ്മളല്ല, ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ആളുകളാ. ഒന്ന് കണ്ടോക്കി. അടിപൊളി ഭക്ഷണം. MLA പറയുന്നത് ഈ ഭക്ഷണമൊന്നും കൊടുക്കരുതെന്നാ പറയുന്നത്. അതെന്താ പാവങ്ങ കൊടുക്കുന്നത്? പട്ടണിക്കാര് കിടക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഒരുപാട് പാവപ്പെട്ടവര് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വളരെ പക്ക മോശം പ്രദേശമാണ്. അതും ഗവൺമെന്റ് ഹോസ്പിറ്റല് ഡോക്ടർമാരേക്കാൾ വലിയ വിലയാണ് അവിടെ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ ഉണ്ടാവുക. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അനുഭവ സാക്ഷ്യം, ഒരു മരണം നമുക്ക് കാണേണ്ടി വന്നു. ശരി, അത് അവിടെ കിടക്കട്ടെ, അത് വേറെ വിഷയമാണ് സംസാരിക്കേണ്ടത്. ഇവിടെ അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംഘടനയോട് കൂടി ചേർന്നതോടുകൂടി മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ ജി സുധാകരൻ സംസാരിച്ചു പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് എന്താ ഈ പരിപാടിയൊന്നും വേണ്ടേ? മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകളൊന്നും വേണ്ട എന്നാണോ? നമുക്കറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഒരിടത്തും ഇങ്ങനെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടില്ല. അവരെ കൊണ്ട് നടക്കില്ല. കാരണം അത്രയ്ക്ക് കേഡർ സംവിധാനത്തിലൂടെയാണ് ഇത് പോകുന്നത് എന്നുകൊണ്ട് അവർക്കിത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. കാരണം ഒരു വലിയ സെറ്റപ്പ്, താഴേക്കിടയിലുള്ള ആളുകളടക്കം അത്രയ്ക്ക് ബന്ധം വേണം. അവരെ എനിക്ക് മനസ്സിലായിട്ട് ഈ ഇലക്ഷൻ സമയത്ത് മാത്രം നാട്ടുകാരുടെ ഇടയിൽ കാണുന്ന ഒരാൾക്കാരാണ്. പണം കൊടുത്തും ജാതി പറഞ്ഞ് മതം പറഞ്ഞൊക്കെ വോട്ടൊക്കെ ഈസിയായിട്ട് അവർ പോക്കറ്റിലാക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ DYFIയും ഒപ്പം തന്നെ SFI ആയിക്കോട്ടെ, DFI ആയിക്കോട്ടെ, CPM ആവട്ടെ, ഇവരൊന്നും ഇങ്ങനെയല്ല. ആളുകളോട് വളരെയധികം ഇഴചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. ആളുകളുടെ അവർ വോട്ട് ചെയ്യുമോ ഇല്ല എന്നൊക്കെ രണ്ടാമത്തെയാണ്, സെക്കൻഡറിയാണ്, അല്ലെങ്കിൽ തേർഡ് കാര്യമാണ്. ഇവർക്ക് ഫസ്റ്റ് ആയിട്ടുള്ളത് അവര് കഷ്ടപ്പെടരുത് എന്നുള്ളത് മാത്രമാണ്. മനുഷ്യത്വം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. DYFI ഒക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഭക്ഷണം കൊടുപ്പിനെയാണ് ജി സുധാകരൻ പരിഹസിക്കുന്നത്, കൊടുക്കരുത് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഷെഡും വെച്ച് കൊടികെട്ടിയിരിക്കുക. മെഡിക്കൽ കോമ്പൗണ്ടിൽ അന്നദാനം കൊടുക്കുകയാണ്. ചിലപ്പോൾ ഗവൺമെന്റ് ജോലി, ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയെ കുത്തുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൂടാം. പാർട്ടിയിൽപ്പെട്ട മനുഷ്യർ വരാം, അവിടെ പാർട്ടികളിലേക്ക് വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. കണ്ടില്ലേ? ഇതാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾ അവിടെ കയറിക്കൂടാന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു ടീമിനോട് ചേർന്ന നിമിഷം മുതൽ ഇദ്ദേഹം മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് മാറ്റിവെച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു പക്ക കോൺഗ്രസ്സുകാരനായി. കാരണം അവർ ഈ പരിപാടിയൊന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ ചേർന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനും അത്തരം ഒരു ആശയങ്ങളൊക്കെ ഇനി സംസാരിക്കേണ്ട ഗതികേടിലേക്കാണല്ലോ വരുന്നത്. അതായിരിക്കുമോ ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് നമ്മളൊക്കെ സംശയിച്ചു പോകേണ്ടത്. രണ്ടാമത്തത്, ഇദ്ദേഹം എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഗവൺമെന്റ് ഭക്ഷണം കൊടുക്കുമെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അതും VD സതീശൻ ഗവൺമെന്റിനെ കൊണ്ട് ഇത് സാധിക്കുന്ന കാര്യമല്ലോ, സാധിക്കില്ല. എങ്ങനെയെങ്കിലും എനിക്ക് തോന്നിപ്പോകുന്നത് നമ്മുടെ
കേരളത്തിലെ ഈ ആരോഗ്യരംഗം, പബ്ലിക് ഹെൽത്ത് സെക്ടർ പരിപൂർണമായിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഇവരിറങ്ങി തിരിച്ചിരിക്കുകയാണോ? എന്നിട്ട് ഈ ഒരു സിസ്റ്റം മുഴുവൻ തകർന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഭയപ്പെട്ടിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നല്ല ചികിത്സ കിട്ടില്ല എന്നുള്ള ബോധ്യം വരുന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. അവരെ കയ്യിൽ നിന്നല്ല യുവമാരെ വല്ല അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും വന്നു പോകുന്നുണ്ട്. ഒരു സഖാവിന് എന്തോ പറയാണ്ട് കേൾക്കൂ. 2500 പേർക്കാണ് ഭക്ഷണപൊതി കൊടുക്കുന്നത്. അതിൽ എല്ലാ മനുഷ്യരും ഉണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ മനുഷ്യരും ഉണ്ട്. ഈ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. ഇന്നലെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, നാളെ കാണുമോ എന്നറിയാത്ത മനുഷ്യർ, ആർക്കോ വേണ്ടി മനുഷ്യരുടെ വിശപ്പകത്താൻ കഴിയുന്ന ഒരു വലിയ മാതൃകയാണ്. അതൊരു മനുഷ്യ സ്നേഹത്തിന്റെ മുഖമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന് ഞങ്ങൾ അവരുടെ ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുള്ളൂ. മനുഷ്യർ ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്നു, ഞങ്ങൾ ഇവിടെ കൊണ്ട് വിതരണം ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളെ വിളിക്കും, ഞങ്ങളുടെ ഇന്ന് വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന എത്രയോ പേരുണ്ടെന്നല്ലോ. അവിടെയാണ് ജി സുധാകരൻ പറയുന്നത് നിർത്തിക്കളയണം എന്ന് പറയുന്നത്. ജി സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ട പ്രശ്നമുണ്ട്. ഇന്നലെ വരെ നമ്മൾ ജി സുധാകരൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് DYFI ആവട്ടെ, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ല. ഒരു നാട്ടിലെ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. എല്ലാ വീട്ടിൽ നിന്നും, ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ജാതിയും അതൊന്നും നോക്കാതെ എല്ലാ വീട്ടിൽ നിന്നും പോയി വാങ്ങിക്കുകയാണ്. അവരെല്ലാം ഇന്ന് DYFI പിള്ളേർ വരും ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ അന്ന് അവർ നല്ല ഫുഡ്, ഏറ്റവും നല്ല ഫുഡ് വയ്ക്കും. ചില വീട്ടുകാർ കുറച്ച് തുകയൊക്കെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ ചോറിൻ്റെ ഉള്ളിൽ വെക്കും, മരുന്ന് മേടിക്കാൻ ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും ഒരു നന്മ പ്രവൃത്തി ചെയ്യുകയാണ് ഈ ആളുകൾ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം, അറിയാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്നേഹബന്ധം ഇല്ലാണ്ടാക്കാൻ എന്തിനാണ് ഇവരെങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? എൻ്റെ ഒരു വലിയ സംശയം ഞാൻ മുമ്പ് പറഞ്ഞു, ഈ ഒരു പബ്ലിക് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്ന ഈ സംവിധാനം തകർക്കാൻ വേണ്ടി ഇവരാരെങ്കിലും കയ്യിൽ നിന്നിട്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബാക്കി ഉത്തരക്ക് നിങ്ങൾ പറ. ബൈ.